നമസ്കാരം മച്ചാന്മാരെ. നമ്മളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരേ കടയുടെ വീഡിയോ രണ്ടാമത് ചെയ്യാൻ പോണത്. ഇതാണ് ആ കട. ഇങ്ങനെ നിങ്ങൾ മുന്നെൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പുളിപ്പഴംപൊരി ഉണ്ടാക്കുന്നതായിരുന്നു അന്ന്. ഇന്നിപ്പോൾ ഓംലേറ്റ് അടിക്കുന്നതാണ്. ഈ ഓംലേറ്റ് അടിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. കാരണം ഈ കടയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഈ ഓംലേറ്റും അതിൻ്റെ കൂടെ കൊടുക്കുന്ന ബ്രെഡുമാണ്. അതായത് നമ്മൾ ബ്രെഡ് ഓംലേറ്റ്. പുള്ളി എന്ത് സ്പീഡിലറിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സെയിം സ്ഥലം തന്നെയാണ് നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ നേരെ ഫ്രണ്ടിൽ. പക്ഷെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെന്നാൽ ഇങ്ങേരെ കാണാൻ പറ്റില്ല. ഇങ്ങേർക്ക് കിടന്നുറങ്ങണം. അതാണ് ഇങ്ങേരെ അതിന് പറഞ്ഞൊരു മറുപടി. എല്ലാ രാത്രി ഉറക്കമൊഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ലീവ് എടുക്കും. തിരഞ്ഞ് തന്നെ പോകണം. ആ വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോയാണ് ഇത്രയും ഡിലേ ആയതുകൊണ്ടാണ്. ഞാൻ പോകുന്ന ദിവസം പുള്ളി ഉണ്ടാവില്ല, പുള്ളിയുള്ള ദിവസം എനിക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ പാർസലാണ് പോകുന്നത്. ഇവിടുന്ന് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പാർസൽ പോകുന്നതാണ്. ഒരു ടേക്ക് അവേ കൗണ്ടർ പോലെ. ഇത് നമ്മളെ മലപ്പുറത്തും പ്രായോഗികമല്ലേ? ഇങ്ങനെ തോന്നിപ്പോയി, അത് ചോദിച്ചാണ്. നല്ല ഐഡിയ ഉള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലൊരു തട്ടുകട സെറ്റപ്പില്ല. പക്ഷേ ഇത്രയും വൃത്തി വേണം കേട്ടോ. നമ്മൾ വേറെ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പൊടിക്ക് കൂടെ വൃത്തി കൂടുതലുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലായ കാരണം ഹെൽത്തിൻ്റെ ചെക്കിങ് എപ്പോഴും ഉള്ളത് കാരണം തോന്നുന്നു. പിന്നെ പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. പുള്ളി വരുന്ന ദിവസം മാത്രം വരുന്ന ആൾക്കാർ. ഒന്ന് രണ്ട് പേരെ ഞാൻ പരിചയപ്പെടുകയും ചെയ്തു, അവരോട് സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് പറഞ്ഞത് പുള്ളി വരുന്ന ദിവസം നമുക്ക് നേരത്തെ അറിയാം, നമ്മൾ ചോദിക്കും. എന്നിട്ട് ഇവിടെ കളി കഴിഞ്ഞ് വരുമ്പോൾ, കളിക്കാൻ പോകുന്ന ആൾക്കാരാണ്, ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കാൻ പോകുന്ന ആൾക്കാർ. അപ്പോൾ അവർ കളി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ നിർത്തും. സ്ഥിരം കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് അവർക്കറിയാൻ പറ്റുമല്ലോ. ഇത്രയേ ഉള്ളൂ കട. ചെറിയൊരു സെറ്റപ്പ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ രാത്രി 8 മണിക്ക് ശേഷം ഈ വഴിക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇങ്ങേര് തുറന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ചൂട് പഴംപൊരിയും ഒരു ബ്രെഡ് ഓംലേറ്റും ഒരു ചായയും, ഒരു രാത്രി അടിപൊളി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.